യുവജനങ്ങളുടെ സംഘടിത ശക്തി സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്താൻ, ആത്മീയ മേഖലകളിൽ സഹകാരികളാകുവാൻ, മാനുഷിക മൂല്യങ്ങളിൽ വളർത്തുവാൻ, ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകൾ പകർന്നു കൊടുക്കുവാൻ, വേദനിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ, കരയുന്നവരുടെ കണ്ണുനീരുക്കുവാൻ, പാതയിൽ സഞ്ചരിക്കുവാൻ, സ്നേഹത്തിന്റെ സന്ദേശവുമായി പരസ്പരം ബഹുമാനിക്കുവാൻ. ഞങ്ങളുടെ സ്വന്തം. 1981 ഇടവകയിൽ ആരംഭിച്ച യുവദീപ്തി എന്ന യുവജന പ്രസ്ഥാനത്തെ 2008 ബഹുമാനപ്പെട്ട ഫാദർ ജെയിംസ് ഐക്രമറ്റത്തിൻ്റെ നേതൃത്വത്തിൽ KCYM എന്ന പേരിൽ പുനരുജ്ജീവിപ്പിച്ചു. 2009 ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തോടെ ഉയർത്തെഴുന്നേറ്റ പ്രസ്ഥാനം ഭൗതികവും ആത്മീയവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ജെയിംസ് അച്ഛൻ പുതിയ വിത്ത് പാകി, ജോസ് അച്ഛൻ വെള്ളവും വളവും നൽകി അതിനെ പരിപോഷിപ്പിച്ചു. ആൻ്റണി അച്ഛൻ നല്ലൊരു ഫലവൃക്ഷമായി വളർത്തിയെടുത്തു. KCYM കുളപ്പുറം എല്ലാവർക്കും മാതൃകാപരമായ പെരുമാറ്റം നടത്തുന്നവരാണ്. പ്രത്യേകമായ നേതൃത്വമോ പ്രത്യേകമായിട്ടുള്ള ഒരു നിയന്ത്രണമോ ഒന്നുമില്ലാതെ തന്നെ ഒരു വലിയ യുവജന സമൂഹം ഈ ഇടവകയിലുണ്ട് എന്നത് അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുവാൻ ഇവിടുത്തെ യുവജനങ്ങൾ എന്നും ശ്രദ്ധിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക ഭൗതിക മേഖലകളിലെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരു യുവജന സമൂഹം ഇവിടെയുണ്ട് എന്നത് വളരെ ചാരിതാർത്ഥ്യം നിറഞ്ഞ കാര്യമാണ്. സമൂഹത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിയുന്നതിനും ദൈവസ്നേഹം ഊട്ടിയുണർത്തുന്നതിനും വേണ്ടി KCYM കുളപ്പുറം യൂണിറ്റ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 7 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐ ക്യാമ്പിലൂടെ KCYM കുളപ്പുറം പൊതുസമൂഹത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും ഇടവകയിലെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെ 2011 നടത്തിയ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പിലൂടെയാണ് KCYM കുളപ്പുറം യൂണിറ്റ് ആദ്യമായി പൊതുസമൂഹത്തിലേക്ക് കടന്നുവരുന്നത്. KCYM യൂണിറ്റിൻ്റെ ആദ്യ പോസ്റ്റർ, നോട്ടീസ്, ഫ്ലക്സ് തുടങ്ങിയവ ഈ പരിപാടിയിലൂടെ പുറത്തിറങ്ങി. 250 പേർ പങ്കെടുത്ത ക്യാമ്പിൽ 30 പേർക്ക് സൗജന്യ തിമിര ചികിത്സ ഉറപ്പാക്കുവാനായി. മാറ്റങ്ങൾ അത് അനിവാര്യമാണ്. അതിനുള്ള ശ്രമങ്ങളും വിവിധ മേഖലകളെ ഒരേ സമയം കോർത്തിണക്കുക, അതായിരുന്നു മിഷൻ 2012. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർക്കായി സംഘടിപ്പിച്ച ത്രിദിന പരിപാടി, കൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന കൃഷി ദർശൻ, ഉപരിപഠന ആവശ്യങ്ങൾക്കായുള്ള മാർഗദർശിയായി കരിയർ ഇൻഫോ, ഇടവകയിലെ സമ്പൂർണ്ണ യുവജനങ്ങൾക്കായുള്ള യുവ, സൗജന്യ ഹൃദ്രോഗ പരിശോധനാ ക്യാമ്പ്, ഹൃദയാമൃതം. ഇടവകയുടെ പുറത്തേക്ക് KCYM കുളപ്പുറം യൂണിറ്റ് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പരിപാടിയായിരുന്നു മിഷൻ 2012. കൂട്ടായ ഒരു ടീം വർക്കായിരുന്നു ഇതിനു പിന്നിലുണ്ടായിരുന്നത്. പുഴയും പാടങ്ങളും തോടുകളുമുള്ള കുളപ്പുറത്തിന്റെ മനസ്സ് തൊട്ടറിയാൻ ഞങ്ങളുമുണ്ട്. ലോക പരിസ്ഥിതി ദിനം. കഴിഞ്ഞ 4 വർഷമായി ലോക പരിസ്ഥിതി ദിനം വളരെ മാതൃകാപരമായി KCYM കുളപ്പുറം യൂണിറ്റ് നടത്തിവരുന്നു. മലയാള മനോരമയോട് ചേർന്ന് സംഘടിപ്പിച്ച ഭൂമിക്കൊരു കുട, ഹരിതം തുടങ്ങിയ പരിപാടികളിലൂടെ വളരെയധികം ഫലവൃക്ഷങ്ങൾ വിതരണം ചെയ്യുവാൻ യൂണിറ്റിനായി. പള്ളിയോട് ചേർന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുവാനും പള്ളിവക സ്ഥലത്ത് ജൈവ വാഴകൃഷി വിത്തുകൾ നടുവാനും യൂണിറ്റിന് സാധിച്ചു. കുളപ്പുറത്തെ എല്ലാ വീടുകളിലും ഒരു സമ്പൂർണ്ണ അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യത്തോടെ പുതിയ ഒരു പ്രവർത്തന മേഖലയിലേക്ക് യൂണിറ്റ് കടന്നിരിക്കുകയാണ്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ അടുക്കളത്തോട്ടങ്ങളുടെ ആദ്യ മോഡലുകൾ വിൻസ്റ്റൺ, തോമസ്, ജോസ് എന്നീ യൂണിറ്റ് അംഗങ്ങളുടെ വീടുകളിൽ വിജയം കൈവരിച്ചു വരുന്നു. ഫാദർ ഡേവിസ് ചെറുമേലിന്റെ നേതൃത്വത്തിൽ അവയവദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന ലൈഫ് 2013. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് ചെറുമേലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലൈഫ് 2013 സമൂഹത്തിൽ അവയവദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാൻ യൂണിറ്റിന് സാധിച്ചു. ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരുന്ന ക്യാമ്പിൽ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങേത്താഴത്തും ശ്രീ ആൻ്റണി കണ്ടിരിക്കനും പങ്കെടുത്തിരുന്നു. ഇതിനോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്നും കുളപ്പുറം വരെ സംഘടിപ്പിച്ച ബൈക്ക് റാലിയിൽ രൂപതയിലെ വിവിധ ഇടവകയിൽ നിന്നുമുള്ള യുവജനങ്ങളെ പങ്കെടുപ്പിക്കുവാൻ യൂണിറ്റിന് സാധിച്ചു. ഇടവകയുടെ സന്തോഷവും സ്നേഹവും പങ്കിടുന്ന എല്ലാ ആഘോഷങ്ങളിലും KCYM എന്നും ഒപ്പമുണ്ട്. നാടിൻ്റെ ആഘോഷങ്ങളിൽ ഞങ്ങൾക്ക് എന്നും സജീവ സാന്നിധ്യമാകുവാൻ കഴിയുന്നു. ഓണസമ്മാനങ്ങളോടെയുള്ള
ഓണാഘോഷ പരിപാടികൾ ഓരോ വർഷവും ഒന്നൊന്നിന് മെച്ചപ്പെടുത്തി നടത്തിവരുന്നു. ഞങ്ങളുടെ സ്വന്തം ജീവകാരുണ്യ ഭവനിലെ അന്തേവാസികളോടൊപ്പമുള്ള ഓണാഘോഷങ്ങൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ തുറക്കുന്നു. 2013 മാർച്ച് 19 കപ്പേള പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ നേർച്ച സദ്യ സ്പോൺസർ ചെയ്യുവാൻ യൂണിറ്റിന് സാധിച്ചു. ആഘോഷങ്ങളിൽ മാത്രമല്ല, ഇടവക ഡയറക്ടറിയുടെ രൂപീകരണത്തിലും ഇടവക അംഗങ്ങളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിലും ഇടവകയിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നതിലും സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുന്നതിലും KCYM-ന്റെ സംഭാവനകൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവവിളി അനുഗ്രഹിക്കപ്പെട്ടതാണ്. സമർപ്പിത വർഷത്തോടനുബന്ധിച്ച് ഇടവകയിൽ നടത്തിയ പ്രോഗ്രാം റിലിഗാരെ 2050. സമർപ്പിത വർഷത്തിന്റെ ഭാഗമായി ഇടവകയിലെ സന്യസ്തരെ ആദരിക്കുവാൻ നടത്തിയ റിലിഗാരെ എന്ന പരിപാടിയിലൂടെ ഇടവകയിലെ മറ്റു സംഘടനകളോട് ചേർന്ന് സജീവ സാന്നിധ്യമാകുവാൻ KCYM യൂണിറ്റിന് സാധിച്ചു. 70 സന്യസ്തരുള്ള ഇടവകയിൽ ഭൂരിഭാഗം സമർപ്പിതരും പങ്കെടുത്തത് ഇടവക സമൂഹത്തിൻ്റെ കൂട്ടായ്മയെ ദൃഢമാക്കി. തീർത്ഥയാത്രകളും വിനോദയാത്രകളും. KCYM കുളപ്പുറം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വേളാങ്കണ്ണി, ഗോവ, മലയാറ്റൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തുകയുണ്ടായി. ഫാദർ ജെയിംസ് ഐക്രമറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ വേളാങ്കണ്ണിക്കും ഫാദർ ആൻ്റണി ഓവേലിൻ്റെ നേതൃത്വത്തിൽ ഗോവയ്ക്കും തീർത്ഥയാത്രകൾ നടത്തി. ഈ യാത്രകളിലൂടെ ഇടവകയിലെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ യൂണിറ്റിനായി. മാത്രമല്ല, ഈ യാത്രകളിലൂടെ ഇടവകയിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ഒന്നുകൂടി ദൃഢമാക്കുവാൻ സാധിച്ചു. വിനോദയാത്രകൾ. വിനോദം എന്നത് ഏതൊരു വ്യക്തിയെയും ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളെയും അപേക്ഷിച്ച് അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ ഭാഗമായി മൂന്നാറ്, ഇടുക്കി, പൂയംകുട്ടി എന്നീ സ്ഥലങ്ങളിലേക്ക് അംഗങ്ങളുമായി വിനോദയാത്രകൾ പോകുവാൻ യൂണിറ്റിനായി. ആശയങ്ങളും പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും വിവിധ കൂട്ടായ്മകൾ. ഫൊറോന മീറ്റിങ്ങുകളും യുവജന ദിനാചരണവും. KCYM കുളപ്പുറം യൂണിറ്റ് പൈങ്ങോട്ടൂർ ഫൊറോനയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. ബഹുമാനപ്പെട്ട ഫാദർ ജെയിംസ് ഐക്രമറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ആൻ്റണി ഓവേലിലും ഫൊറോന ഡയറക്ടർമാരായും ശ്രീ ആൽബിൻ ഷാജി ആടൂഴിയിലും ശ്രീ ജോസ് ജോൺ ആടൂഴിയിലും ഫൊറോന പ്രസിഡന്റുമാരായും ശ്രീ ജോൺ ജോർജ് ചക്കാലക്കലും ശ്രീ ജോബിൻ ചുണ്ടാട്ടും ഫൊറോന സെക്രട്ടറിമാരായും ഇടവകയിൽ നിന്ന് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യൂത്ത് ഡേ സെലിബ്രേഷനുകളും ഇടവക യുവജന സംഗമങ്ങളും യുവജന ധ്യാനങ്ങളും സെമിനാറുകളും ഇടവകയിലെ യുവജനങ്ങളുടെ കൂട്ടായ്മയെ വളർത്തുവാൻ വളരെയധികം സഹായിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയോടെ. KCYM പൈങ്ങോട്ടൂർ ഫൊറോനയുടെ പങ്കാളിത്തത്തോടെ KCYM കുളപ്പുറം യൂണിറ്റ് നയിച്ച മുല്ലപ്പെരിയാർ പ്രതിഷേധ റാലിയിൽ ഒരു വൻ ജനപങ്കാളിത്തത്തെ ഉറപ്പുവരുത്തുവാൻ യൂണിറ്റിനായി. കലൂർ കവലയിൽ നിന്നും ആരംഭിച്ച് പോത്താനിക്കാട് സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ച പരിപാടിയിൽ ഫൊറോന ഡയറക്ടർ ഫാദർ ആൻ്റണി പുത്തംകുളം അധ്യക്ഷത വഹിച്ചു. ആത്മീയ തലത്തിൽ ഉണർവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഇവിടെ യുവജന ധ്യാനം നടത്തുകയുണ്ടായി. അതുപോലെ യുവജന ക്യാമ്പുകൾ നടത്തി. അതിലെല്ലാം വളരെയേറെ യുവജനങ്ങൾ പങ്കെടുത്തു. അതെല്ലാം വളരെ നല്ല അനുഭവങ്ങളും ഓർമ്മകളുമാണ്. ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഇതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കൂട്ടായ്മകൾ നടത്തുന്നത് വഴി അംഗങ്ങൾ തമ്മിൽ പരസ്പര സൗഹൃദം വളർത്താൻ സഹായിക്കുന്നു. കൊറോണ തലത്തിലുള്ള പല പല മീറ്റിങ്ങുകൾ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുകയുണ്ടായി. അതുപോലെ കാറ്റഗിസത്തിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഈ പള്ളിയിൽ നടത്തുന്ന പ്രാർത്ഥനയിലും അതുപോലെ കുർബാനകളിലും കൂടുതൽ ആളുകൾ സജീവമാകുന്നതിന് വേണ്ടി ഒരു കീബോർഡ് വാങ്ങിക്കുക എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാനാണ് KCYM ആഗ്രഹിക്കുന്നത്. ഉരുളന്തണ്ടിക്കടുത്തുള്ള ആദിവാസി ഗ്രാമങ്ങളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്യസ്തർക്ക് ഈ ക്രിസ്മസ് മുതൽ കാർഡുകൾ അയക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് വർക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവകയെ ഒരു സമ്പൂർണ്ണ ജൈവ പച്ചക്കറി ഗ്രാമമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ വിജയിച്ച അടുക്കള തോട്ടങ്ങളെ ഞങ്ങൾ മറ്റ് വീടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നതും എന്നാൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയും പഠിക്കുന്നതിന് വേണ്ടി നല്ല നല്ല സ്പോൺസേഴ്സിനെ കണ്ടെത്തുക എന്നാണ്.
കുളപ്പുറം ഇടവകയിൽ KCYM പ്രവർത്തകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല പറയാൻ. അത്രമാത്രം വളരെ ഭംഗിയായ രീതിയിൽ എല്ലാവർക്കും മാതൃകയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കുളപ്പുറം ഇടവകയിലെ KCYM. ഈ ചെറിയ ഇടവകയിൽ നിന്ന് ഇത്രയും സമർത്ഥരായ മിടുക്കരായ കുട്ടികളെ നമുക്ക് ലഭിച്ചതിൽ ആദ്യമായ ദൈവത്തിന് നന്ദി പറയാം. അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ഭംഗിയായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നമുക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ലഭിക്കുന്നത് നമ്മുടെ ആധ്യാത്മികമായ പുരോഗതിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ നമുക്കൊരു കാര്യങ്ങളും ഭംഗിയായി നടത്തുവാൻ സാധിക്കില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിഗിരി ഇടവകയ്ക്ക് ഉണർവായി വ്യതിരിക്തങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ പ്രവർത്തിക്കുന്ന കുളപ്പുറം KCYM ഞങ്ങൾക്ക് എന്നും അഭിമാനമാണ്. കുളപ്പുറം കാൽവരിഗിരി ഇടവകയിലെ KCYM സംഘടനയിലെ എല്ലാ യുവജനങ്ങളെയും എനിക്ക് നന്നായി അറിയാവുന്നതാണ്. ആനുകാലികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും അതുപോലെ പ്രോഗ്രാമുകളിലെല്ലാം അവർ വളരെ സജീവമായി പങ്കെടുക്കുകയും പങ്കെടുക്കുകയും എല്ലാ മേഖലകളിലും വളരെ വൈദഗ്ധ്യമായ രീതിയിൽ എല്ലാ ആളുകളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നടത്തുന്നത്. KCYM കുളപ്പുറം യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. മാതൃദീപ്തിയുമായി സഹകരിച്ച് അവർ പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. ഭാവിയിലും അവർക്ക് നല്ല പരിപാടികൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. അവർക്കെല്ലാ ഭാവുകങ്ങളും നേരുന്നു. രീതിയിലേക്ക് വരാറുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. KCYM യുവജനങ്ങളെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. നമ്മുടെ ഇടയിൽ ഈ സംഘടന പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇവരിലൂടെയാണ് ഇത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ. കുളപ്പുറം ഇടവകയിലെ KCYM പ്രവർത്തകർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഇടവകയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രൂപതയിൽ തന്നെ എല്ലാ ഇടപാടും മാതൃകയാകുന്ന നല്ല പ്രവർത്തനമാണ് അവരുടേത്. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ദേവാലയങ്ങളുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. KCYM കുളപ്പുറം ഇടവകയിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ പ്രവർത്തനങ്ങൾ അവർ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ KCYMൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കുളപ്പുറത്തെ മറ്റ് സംഘടനകൾ പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾ മികവുകളായി മാറ്റിയിരിക്കുന്നത്. KCYM ആണ് അതിൻ്റെ പ്രചോദകമായി നിലകൊണ്ടിരിക്കുന്നത്. KCYM പ്രവർത്തകർ ചെയ്തിരിക്കുന്ന പല പ്രവർത്തനങ്ങളും ഈ സംഘടനയിലേക്ക് കടന്നു വരുവാനായിട്ട് യുവജനങ്ങളെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് KCYMന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. KCYM സംഘടന നമ്മുടെ കുളപ്പുറം യൂണിറ്റ് ശാഖയിലെ എല്ലാ കുട്ടികളെയും എനിക്ക് നല്ല പരിചയമുള്ളതാണ്. അവരുടെ എല്ലാവിധ സഹകരണങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എൻ്റെ ഓട്ടോറിക്ഷയുടെ കടബാധ്യതയിൽ നിന്നും അവരെന്നെ നിരന്തരമായി ശ്രമിച്ച് അവരുടെ വിജയത്തിലൂടെയാണ് എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിള്ളേർ നല്ലവരാണ്. അവരെൻ്റെ പേരെ നന്നാക്കി തന്നു. ഇവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവർ ഇനി ഇതുപോലെ നന്നായി മേലോട്ട് വളരട്ടെ.